ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് കട്ട് പീസിൽ നിന്ന് നമുക്കൊരു ബ്യൂട്ടിഫുൾ ടോപ്പ് ഉണ്ടാക്കാവേ. നമുക്ക് എപ്പോഴും ഈ കുഞ്ഞു കുഞ്ഞു കുട്ടി പീസസ് എപ്പോഴും കിട്ടാറുണ്ടല്ലേ. ഒരു ക്രോപ്പ് ടോപ്പ് അടിച്ചാൽ കൂടിയും കിട്ടുമല്ലേ, നമുക്കൊരു വെറും 5 സെൻറ്റിമീറ്ററെങ്കിലുള്ളൊരു കുഞ്ഞു പീസെങ്കിലും. ഇന്ന് അങ്ങനെയുള്ള ഒരു കുഞ്ഞു കുട്ടി പീസിൽ നിന്ന് നമുക്ക് നല്ലൊരു ട്യൂണിക് ടോപ്പ് ഉണ്ടാക്കിയെടുക്കാവേ. എൻ്റെ കയ്യിൽ 2 ടൈപ്പ് മെറ്റീരിയലാണ് ഇരിക്കുന്നത്. ഈ ബ്ലാക്ക് ഈ പ്രിൻ്റ് വരുന്നതെന്ന് വെച്ചാൽ കോട്ടൺ മെറ്റീരിയലാണ്. എന്നാൽ അതുപോലെ എൻ്റെ പ്ലെയിൻ ബ്ലാക്ക് ആയിട്ടിരിക്കുന്നത് ജോർജറ്റിൻ്റെ മെറ്റീരിയലുമാണ്. അതിന് ലൈനിങ് കൂടി ഇട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഒരു ട്യൂണിക് ടോപ്പായിട്ട് തന്നെ നമുക്ക് യോക്ക് പോർഷനിൽ ഒരു ഷെയ്ഡും താഴേക്ക് വരുമ്പോഴത്തേക്ക് അടുത്ത ഷെയ്ഡുമായിട്ട് കൊടുക്കാവേ. യോക്കിൽ നമുക്ക് ഈ ഫ്ലോറൽ പാറ്റേൺ വരുന്ന ഡിസൈനും താഴേക്ക് നമുക്ക് ബ്ലാക്കും കൊടുക്കാം. ഇപ്പം ഞാൻ യോക്ക് പോർഷൻ വെട്ടിക്കഴിഞ്ഞു. അടുത്ത് ഇപ്പം ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ ഫ്രിൽസൊക്കെ കൊടുക്കാനുള്ള താഴത്തേക്കുള്ള ജോർജറ്റിൻ്റെ പീസാണ്. അത് കഴിഞ്ഞ് സ്ലീവായിട്ട് ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ 2 ലെയറായിട്ട് ചെയ്യാവുന്നതാണ്. അതിൽ ഫസ്റ്റ് ലെയർ വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡും പ്ലെയിൻ ബ്ലാക്കും, അടുത്തൊരു ഷെയ്ഡ് വന്നിട്ട് ഈ പ്രിൻ്റഡിൽ നമ്മൾ യോക്ക് പോർഷനിലേക്ക് ഇട്ട ആ ഒരു പോർഷനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷെയ്ഡാണ് ബ്ലാക്ക്. അപ്പം ഈ ബ്ലാക്കിൽ എന്ത് സ്റ്റിച്ച് ചെയ്താലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമുക്ക് കയ്യിൽ 2 ലെയറായിട്ട് നമുക്ക് കൊടുക്കാം. ഏറ്റവും അടിയിലത്തെ ലെയറായിട്ട് കൊടുക്കുന്നത് ബ്ലാക്ക് ഈ ഫ്ലോറൽ പ്രിൻ്റ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കൂടുതൽ വീതിക്ക് വെട്ടണം. ഇപ്പോൾ ഫ്ലോറൽ വരുന്നതിന് നമ്മളൊരു 5 ഇഞ്ച് വീതിക്ക് വെട്ടുകയാണെങ്കിൽ ആ ഏറ്റവും മുകളിൽ വരുന്ന ബ്ലാക്ക് പ്ലെയിൻ ജോർജറ്റ് വരുന്ന ഫ്രില്ലിന് നമ്മൾ ഒരു 3 ഇഞ്ചൊക്കെ വീതിക്ക് വെട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 കൈ ഇപ്പോൾ സ്ലീവ് വയ്ക്കുന്നതിൻ്റെ 2 സ്ലീവിൻ്റെയും എൻഡ് ഉണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ ഫ്രിൽസ് ആണെങ്കിലും ജസ്റ്റ് നമ്മുടെ സ്ലീവ് വെട്ടത്തില്ലേ, അതുപോലെ ആം ഹോളിൻ്റെ അവിടെ ഒന്ന് കേർവ് ചെയ്തൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ 2 സ്ലീവും നന്നായിട്ട് 2 സൈഡും ഒന്ന് അറ്റാച്ച് ചെയ്യണേ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കറണ്ട് പോകുന്നുണ്ട് കേട്ടോ, അതാണ് ഞാൻ ഇങ്ങനെ വിഷമിച്ചിരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഈ 2 സ്ലീവ് ഉണ്ടല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ച് സൈഡ് സ്റ്റിച്ച് ചെയ്ത് അതിന് 2-നെയും കൂടിയിട്ട് ഒറ്റ സ്ലീവായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കണം. ഞാൻ ഇപ്പോൾ 2 സ്ലീവ് അങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ 2-നും ഒന്നിച്ച് നമുക്ക് ഫ്രിൽസ് എടുത്ത് കൊടുക്കാം. കയ്യിൽ നമുക്ക് എത്ര ഫ്രില്ലാണോ ആവശ്യം അതനുസരിച്ച് നമുക്ക് എടുക്കാം. വീതി കൂടിയ ഫ്രില്ലാണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ഞാൻ ഇവിടെ കുട്ടി കുട്ടി ഫ്രിൽസാണ് കേട്ടോ എടുക്കുന്നത്. എനിക്ക് ഒത്തിരി വീതിയുള്ള ഫ്രിൽസ് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു ഫ്രിൽസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ കൈ ഒന്ന് കാണിച്ചു തരാവേ. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയായിട്ടില്ലേ. വെറുതെ ഒരു മെറ്റീരിയൽ മാത്രമായിട്ട് കൊടുക്കുന്നേക്കാളും മോർ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇങ്ങനെ 2 ഡബിൾ ലെയറായിട്ടൊക്കെ വരുമ്പോഴത്തേക്കും. സ്ലീവ് എങ്ങനെയുണ്ട്, കൊള്ളാവോ? ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 2 സ്ലീവ് നമ്മൾ ഒന്നിച്ച് വെച്ചല്ലേ അടിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ഞൊറി വരുന്ന പോർഷനിലെ നമ്മുടെ ചെസ്റ്റ് പോർഷന് താഴേക്ക് അതിൻ്റെ ഞൊറിയാണ് എടുക്കുന്നത്. ഒരു കുഞ്ഞു ഞൊറികളായിട്ടാണ് കൊടുക്കുന്നത്. അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ വലിയ ഞൊറിയായിട്ട് കൊടുക്കാം. പിന്നെ അതുമല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മാക്സിമം കുറച്ച് ഞൊറികൾ മാത്രം കൊടുത്തും എടുക്കാൻ പറ്റും. അതല്ല തീരെ ഇങ്ങനെ ഉയർന്നിങ്ങനെ ഞൊറി ഇരിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ അത് അയൺ ചെയ്യാനും പറ്റും. നമുക്ക് അയൺ ചെയ്തെടുക്കും. ഞാൻ ഇവിടെ അയൺ ചെയ്യുന്നില്ല, എനിക്ക് കാഷ്വൽ ഡേയ്സിലേക്ക് ഇടാനായിട്ടാണ്. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ലൈനിങ് പീസ് നമുക്ക് അറ്റാച്ച് ചെയ്യാവേ. അത് അതിൽ കാണിച്ചിട്ടില്ല. സെയിം മെത്തേഡിൽ തന്നെ ലൈനിങ് പീസ് ഞൊറി എടുക്കുകയോ അല്ലാതെ ആയാലും അറ്റാച്ച് ചെയ്താൽ മതി. ഞാൻ സ്ക്വയർ നെക്കാണ് ചെയ്യാൻ നോക്കുന്നത്. എനിക്ക് സ്ക്വയർ നെക്ക് ഒത്തിരി കുറവാണ്. അപ്പോൾ സ്റ്റിപ്പാണ്, സിമ്പിളായിട്ട് സ്റ്റിപ്പ് വയ്ക്കാനുള്ള ടെക്നിക്കാണ് ഇത്. നേരിട്ട് നമ്മുടെ ലൈനിങ്ങിൽ തന്നെ സ്റ്റിപ്പിനെ അറ്റാച്ച് ചെയ്തിട്ട് അതിനെടുത്ത് നമ്മുടെ മെയിൻ മെറ്റീരിയലിലേക്ക് വെച്ച് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടുന്ന മെത്തേഡാണ് ഇത്. നമ്മൾ നോർമലി നമുക്ക് അഡീഷണലി വേറെ പീസൊക്കെ വെച്ചല്ലേ ചെയ്യുന്നത്. പക്ഷേ ഈ മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ മെറ്റീരിയലും പറ്റത്തില്ല. ജോർജറ്റ് അല്ലെങ്കിൽ കട്ടി കുറഞ്ഞ വേറെ ടൈപ്പ് മെറ്റീരിയൽസ് ഇല്ലേ, അതിലൊന്നും പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിപ്പ് പുറത്ത് കാണും, അതിന് പെർഫെക്റ്റായിട്ട് ഇരിക്കത്തുമില്ല. ഇത് പക്ഷേ നമുക്ക് കോട്ടൺ മെറ്റീരിയലാണിത്. പിന്നെ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അത്യാവശ്യം. അതുകൊണ്ട് തന്നെ നമുക്ക് കൂളായിട്ട് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്യുകയാണ്. സൈഡ് നമ്മൾ നോക്കി കട്ട് ചെയ്യണം. അത് 2 സൈഡ് നമ്മൾ ചെറിയൊരു കട്ട് കൊടുക്കണം. നമുക്ക് ഈ നെക്കൊന്ന് മറിച്ചൊക്കെ ഇടുമ്പോഴത്തേക്ക് നല്ല ഫിനിഷോട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ നെക്കൊന്നിങ്ങനെ നിവർത്തി വെച്ചതിന് ശേഷം ആ തയ്യൽ തുമ്പ് വരത്തില്ലേ, അവിടെ കൂടെ ലൈനിങ്ങിൽ കൊള്ളുന്ന രീതിയിൽ ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഈ സ്റ്റിച്ച് കൊടുക്കുന്നതിൻ്റെ ഗുണം എന്തെന്ന് വെച്ചാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും. നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയോ അല്ലെങ്കിൽ അടിയിലത്തെ ലൈനിങ് പീസ് മുകളിലേക്ക് കയറി വരികയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. നല്ല ഫിനിഷിങ്ങോടെ ഇരിക്കുന്ന ഒരു നെക്ക് നമുക്ക് കിട്ടും. ഇപ്പോൾ കാണിച്ചു തരാൻ കേട്ടോ. അത് നിങ്ങൾക്ക് നൂത്ത് കാണിച്ചു തരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കണ്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്കേ. കണ്ടോ, നന്നായിട്ട് നമുക്ക് സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം പാടുപെടണമായിരുന്നു. ഇപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ കഴിഞ്ഞില്ലേ. എക്സ്ട്രാ ഒരു പീസിൻ്റെ ആവശ്യം പോലും വന്നില്ല നമുക്ക് സ്റ്റിപ്പ് ഒട്ടിക്കാനായിട്ട്. എന്നുവെച്ചാൽ നമ്മൾ മാക്സിമം കുറച്ച് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തത്. നോക്കിയേ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ.
എനിക്ക് ചേരുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അതിൻ്റെ ഡബിൾ ലെയറൊക്കെ നമ്മൾ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയർ നെക്ക്, ആ ഫ്രിൽസ് കണ്ടോ, അവിടെയാണ് ആ പോർഷനിൽ നമ്മൾ ഫ്രിൽസൊക്കെ കൊടുത്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രിൻസസ് കട്ടായിട്ട് ഒരു കട്ടും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല.